ഹായ് സ്റ്റുഡൻസ്, ക്ലാസ് 12 കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓർഗാനിക് നെയിം റിയാക്ഷൻസ്. ഓർഗാനിക് നെയിം റിയാക്ഷൻസ് ചില കഥകളിലൂടെയും അതുപോലെ ചില മെമ്മറി ട്രിക്സിലൂടെയും ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓർഗാനിക് നെയിം റിയാക്ഷൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങളൊരു പേപ്പറിൽ എല്ലാ നെയിം റിയാക്ഷൻസും എഴുതി വെക്കുക. ആ ഹാൻഡ് റിട്ടൺ ഷീറ്റ് തന്നെ നിങ്ങൾ നോക്കി വായിക്കുക, ഇടയ്ക്ക് എഴുതി പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓർഗാനിക് നെയിം റിയാക്ഷൻസ് പഠിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നിരുന്നാലും എക്സാം ഹോളിൽ പോകുമ്പോൾ നെയിം റിയാക്ഷൻസ് മറന്നു പോകാനിടയായ സാഹചര്യമുണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് സയൻസ് പഠിക്കുന്ന CBSE, ICSE സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കായുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസിലെ വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് കമ്പൈൻഡ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ഗിവ്സ് ആൽക്കൈൽ. അരൈൽ ഹാലൈഡ് കമ്പൈൻസ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ഗിവ്സ് ബൈഫിനൈൽ ഓർ ഡൈഫിനൈൽ. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മളൊരു കഥ പറയാം. അതായത് വാട്സാപ്പിലുള്ള റുക്സാന 2, ഓക്കെ, നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ വാട്സപ്പ് ഒക്കെ അല്ലേ? അപ്പോൾ വാട്സപ്പിലെ റുക്സാന 2ന് ഡ്രൈ എക്സ് വളരെ ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക? വുഡ്സ് വാട്സാപ്പ്, റുക്സാന RUX RX, NA 2 ഡ്രൈ എക്സിന് പകരം നമുക്ക് ഡ്രൈ ഈതർ. ഓക്കെ, ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇതേപോലെ തന്നെയാണ് ഫിറ്റിക് റിയാക്ഷൻ വരുന്നത്. ഫിറ്റിക് റിയാക്ഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫിറ്റിക് റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ മറ്റൊരു കഥ എടുക്കും. ഫേസ്ബുക്കിലെ ബുക്സാന 2നും ഡ്രൈ എക്സ് വളരെ ഇഷ്ടമാണ്. അപ്പൊ എന്താണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫിറ്റിക് റിയാക്ഷൻ അല്ലെ? ഫേസ്ബുക്ക് ഫിറ്റിക്. ബുക്സാന ബെൻസീന്റെ മുകളിൽ ഹാലജൻ, ബുക്സാന. ഓക്കെ, ANA മെറ്റാലിക് സോഡിയം 2, ഇവിടുത്തെ 2. ഡ്രൈ എക്സ് എന്ന് പറയുമ്പോൾ ഡ്രൈ ഈതർ. അപ്പോൾ വാട്സപ്പിലെ റുക്സാന 2ന് ഡ്രൈ എക്സ് ഇഷ്ടമാണ്, ഫേസ്ബുക്കിലെ ബുക്സാന 2ന് ഡ്രൈ എക്സ് ഇഷ്ടമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഓഫ് കോഴ്സ് ഇതിന്റെ പേരിൽ തന്നെയുണ്ട്, റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഹാസ് ബീൻ കൺവേർട്ടഡ് ടു ആൻ ആൽക്കെയ്ൻ അല്ലെ? അപ്പോൾ റിഡക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഓർത്തെടുക്കാൻ വേണ്ടി ഇതിന്റെ റിയേജൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. കാർബണൈൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ആൽക്കെയിൻ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് NH2 ആണ്, -H2. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു ആൽക്കഹോൾ ആണ്, എത്തിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. നെഹി പാനി. ഓക്കെ, നെഹി പാനി ഓൺലി ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക? NH2 നെഹി പാനി ഓൺലി ആൽക്കഹോൾ. അപ്പോൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്താൽ മതി വോൾഫ് കിഷ്ണർ റിഡക്ഷൻ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലോ ആൽക്കെൻസ് ഹാലോ അരീൻസിലെ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ആയ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൽക്കൈൽ അയഡൈഡ്സിന്റെ മാനുഫാക്ചറിംഗിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫിങ്കൽസ്റ്റൈൻ. ആൽക്കൈൽ ഫ്ലൂറൈഡ്സിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നതാണ് സ്വാർട്സ്. ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിങ്കൽസ് ഡോഗ് ഇൻ സ്വിഫ്റ്റ് സിൽവർ കാർ എന്നതാണ്. ഫിങ്കൽസ് ഡോഗ് ഇൻ സ്വിഫ്റ്റ് സിൽവർ കാർ. ഇനി നമുക്കത് കമ്പയർ ചെയ്യാം. ഫിങ്കൽ ഫോർ ഫിങ്കൽസ്റ്റൈൻ, ഡോഗ് NAI ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വിഫ്റ്റ് ഫോർ സ്വാർട്സ്, സിൽവർ ഫോർ സിൽവർ ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഫിങ്കൽസ്റ്റൈനും സ്വാർട്സ് എന്നും പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്, അയഡിൻ ആൻഡ് ഫ്ലൂറിൻ ആണ് വരേണ്ടത്. ഈ രണ്ട് റിയാക്ഷൻ ഓർക്കാൻ വേണ്ടി ഈ ടെക്നിക്ക് കൂടി ഓർത്തു വെക്കുക. ഫിങ്കൽസ് ഡോഗ്സ് ഇൻ സ്വിഫ്റ്റ് സിൽവർ കാർ.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാർബിലമീൻ റിയാക്ഷൻ ആണ്. പ്രൈമറി അമൈനിന്റെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് കൺവേർഷൻ ഓഫ് പ്രൈമറി അമൈൻ ടു ഫൗൾ സ്മെല്ലിംഗ് ഐസോസാനൈഡ്സ്. ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ക്ലവർ ബോയ്. ഓക്കെ, ഒരു ക്ലവർ ബോയ് ഐസ്ക്രീം വാങ്ങിയപ്പോൾ അത് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? അതിനെ ഹീറ്റ് ചെയ്ത് നശിപ്പിച്ചു. ഹീറ്റഡ് ഫൗൾ സ്മെല്ലിംഗ് ഐസ്ക്രീം. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ക്ലവർ ബോയ് ഹീറ്റഡ് ഫൗൾ സ്മെല്ലിംഗ് ഐസ്ക്രീം. ഇനി നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് നോക്കിക്കോളൂ. എ എന്ന് പറയുന്നത് അമൈനാണ്, ക്ലവർ എന്ന് പറയുന്നത് ക്ലോറോഫോം ആണ്, ബോയ് എന്ന് പറയുന്നത് ബേസ് ആണ്, ഹീറ്റഡ് ഹീറ്റാണ്, ഫൗൾ സ്മെല്ലിംഗ് ഐസ്ക്രീം ഫൗൾ സ്മെല്ലിംഗ് ഐസോസയനൈഡ് ആണ്. അപ്പോൾ കാർബിലമീൻ റിയാക്ഷൻ ഓർക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലൈൻ ഓർക്കാൻ മതി. അടുത്തത് HBZ റിയാക്ഷൻ ആണ്, അഥവാ ഹെൽ-വോളാർഡ്-സെലിൻസ്കി റിയാക്ഷൻ ആണ്. ഓക്കെ, കൺവേർഷൻ ഓഫ് എ കാർബോക്സിലിക് ആസിഡ് ടു ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ആണ് ഈ റിയാക്ഷൻ. ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാർ ബ്രൗൺ റെഡ് പെട്രോൾ. ഇതാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. കാർ എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബ്രോമിൻ ഉപയോഗിക്കാം. റെഡ് പെട്രോൾ റെഡ് ഫോസ്ഫറസ്. ഓക്കെ, കൺവേർഷൻ ഓഫ്, അപ്പോൾ ഇവിടെയുള്ള ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിനെ ഹാലജൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഹെൽ-വോളാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. സോ അത് നമ്മൾ ഓർത്ത് വെക്കുക. ആഡ് ചെയ്യേണ്ട റിയേജന്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്, ബ്രൗൺ ബ്രോമിൻ, റെഡ് പെട്രോൾ റെഡ് ഫോസ്ഫറസ്. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗട്ടർമാൻ-കോഷ് റിയാക്ഷൻ ആണ്. കൺവേർഷൻ ഓഫ് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് ആണ്. ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർക്കുക ഗട്ടറാണ്. ഗട്ടറിൽ ആരൊക്കെ ഉണ്ടാവും? ഗട്ടറിൽ കുറെ ബെൻസീൻ ഉണ്ടാവുന്നു, കുറെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, കുറെ HCl ഉണ്ടാവും. ഓക്കെ, ഇവിടെ അൺഹൈഡ്രസ് AlCl3 മാത്രം നിങ്ങൾ ഓർത്തെടുത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ മനസ്സിലാക്കുക, ബെൻസാൽഡിഹൈഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ വരുന്നതാണ് ഗട്ടർമാൻ. ഓക്കെ, അപ്പോൾ ഗട്ടറിലൊക്കെ പോയി കഴിഞ്ഞാലും ബെൻസാൽഡിഹൈഡ് കിട്ടും. ഗട്ടറിൽ ആരൊക്കെയുണ്ട്? ബെൻസീൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, HCl ഉണ്ട്, കുറച്ച് അൺഹൈഡ്രസ് AlCl3 ഉണ്ട്. CuCl വേണമെങ്കിൽ നിങ്ങൾ ഓർത്തെടുത്താൽ മതിയാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോസൻമണ്ട് റിഡക്ഷൻ ആണ്. ഇതും ബെൻസാൽഡിഹൈഡിന്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. സോ അസൈൽ ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. ഇത് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റോറി പറയാണ്. ബേസിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. റോസ് കച്ചവടമായിരുന്നു ബേസിലിന്റെ ജോലി. ഓക്കെ, ബേസിൽ റോസ് കച്ചവടം ചെയ്തിട്ട് ഇപ്പൊ എന്തൊക്കെയായി? ഇപ്പോ AC ആയി, HP-യുടെ ലാപ്ടോപ്പായി, അങ്ങനെ ബേസിൽ വലിയ ആളായി. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാം? ബേസിൽ എന്ന് പറയുന്നത് BaSO4 ആണ്, AC അസൈൽ ക്ലോറൈഡ് ആണ്, HP ഹൈഡ്രജൻ ആൻഡ് PD ആണ്, പിന്നെ Al എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്, ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഓർക്കുക, ബേസിൽ റോസ് കച്ചവടം നടത്തി, ഇപ്പോൾ AC വാങ്ങി, HP-യുടെ ലാപ്ടോപ്പ് ഉണ്ട്, ഇപ്പോൾ വലിയ ആളായി. Al എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് റോസൻമണ്ട് റിഡക്ഷൻ മെമ്മറൈസ് ചെയ്യും. നമ്മൾ പറയാൻ പോകുന്നത് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ആണ്, അതായത് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമൈൻസ് ഫ്രം താലിമൈഡ്. ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ പലപ്പോഴും വരുന്ന പ്രശ്നം, ഇതിൽ ആഡ് ചെയ്യുന്ന റിയേജൻസ് കുട്ടികൾക്ക് മാറിപ്പോകാറുണ്ട്. ഓക്കെ, ആ ഓർഡർ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങൾ ബാർ ക്ലബ് എന്ന് ഓർക്കുക. സോ ഗബ്രിയേലിന്റെ ബാർ ക്ലബ്. ഓക്കെ, ബാറിന്റെ BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണ്, RCl ആൽക്കൈൽ ഹാലൈഡ് ആണ്, പിന്നെ വരുന്നത് B അഗൈൻ ബേസ് ആണ്. സോ ബേസ് ആൽക്കൈൽ ഹാലൈഡ് ബേസ്, ഇതാണ് നമ്മൾ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ ആഡ് ചെയ്യുന്നതിന്റെ ഓർഡർ. താലിമൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈമറി അമൈൻ കിട്ടുന്ന ഈ ഒരു റിയാക്ഷൻ ബാക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ബാർ ക്ലബ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൽഡിഹൈഡ്സിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ വരുന്ന ഒരു റിയാക്ഷൻ ആണ് സ്റ്റീഫൻ റിയാക്ഷൻ.
സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് സയനൈഡ്സ് ടു ആൽഡിഹൈഡ്സ് ആണ്. ഈ ഒരു റിയാക്ഷൻ ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യം, ആൽക്കൈൽ സയനൈഡ് എന്ന് പറയുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. ഈ പോയിസണസ് ഗ്യാസ് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് സ്റ്റാനൻ എന്ന് പറയുന്ന ഒരു ഹെൽപ്പറേയും കൂട്ടിയിട്ട് സ്പോട്ടിലേക്ക് വരികയും അവർ പോകുന്ന വഴിക്ക് കുറച്ച് ആസിഡ് എടുത്തുകൊണ്ടാണ് പോയത്. അവരവിടെ പോയപ്പോൾ എന്തോ ഒരു സംഭവം കണ്ടു. അതിലേക്ക് അവരെന്ത് ചെയ്തു, കുറച്ച് വാട്ടർ എടുത്തൊഴിച്ചപ്പോൾ ആൽഡിഹൈഡായി മാറി എന്ന് ഓർക്കുക. സോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്, സ്റ്റാനൻ എന്ന് പറയുന്ന ഒരു ഹെൽപ്പറാണ്. സയനൈഡ് ഉണ്ടായപ്പോൾ ആസിഡ് എടുത്തുകൊണ്ട് പോയി അവിടെ പോയിട്ട് കുറച്ച് വാട്ടർ എടുത്തൊഴിച്ചപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടി. ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് വഴി നമുക്ക് സ്റ്റീഫൻ റിയാക്ഷൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് റിയാക്ഷൻസ് ആണ്, സാൻമേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ. അതായത് കൺവേർഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ടു ഹാലോഅരീൻ. അത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം. ഞാനിവിടെ ബ്രോമിൻ എടുത്തു എന്ന് മാത്രം. അപ്പോൾ സാൻമേഴ്സ് റിയാക്ഷൻ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഓർക്കേണ്ട ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീന കോൾ സാൻഡി. ബീന സാൻഡിയെ വിളിച്ചു, ഹായ് ബ്രോ, സി യു ബ്രോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ബീന കോൾ ഗട്ടർ. ബീന ഗട്ടറിനെ വിളിച്ചു, ഹായ് ബ്രോ, സി യു ബ്രോ എന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇനി നമ്മളിത് റിലേറ്റ് ചെയ്യാൻ പോവാണ്. ബീന എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് ആണ്. കോൾ എന്ന് പറയുമ്പോൾ ബീനയുടെ എൻ എ ഉണ്ട്, എൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ. കോൾ എന്ന് പറഞ്ഞാൽ സി എൽ ആണ്. ഹായ് ബ്രോ HBr, സി യു ബ്രോ CuBr. ഓക്കെ, അതേപോലെ തന്നെ ഗട്ടർമാൻ റിയാക്ഷനിൽ ബി ബെൻസീൻ ആണ്, Na സോഡിയം ആണ്, കോൾ ക്ലോറിൻ ആണ്, ഗട്ടർ എന്ന് പറഞ്ഞാൽ റിയാക്ഷന്റെ പേരാണ്. ഹായ് ബ്രോ CU, HBr CU. ഓക്കെ, ഇതിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സാൻമേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഇതേഴ്സ് എന്ന ചാപ്റ്ററിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് റീമത്തിമൻ റിയാക്ഷൻ, രണ്ട് കോൾബ്സ് റിയാക്ഷൻ. കൺവേർഷൻ ഓഫ് എ ഫിനോൾ ടു സാലിസിൽ ആൽഡിഹൈഡ് ആണ് റീമത്തിമൻ റിയാക്ഷൻ. കൺവേർഷൻ ഓഫ് ഫിനോൾ ടു സാലിസിലിക് ആസിഡ് ആണ് കോൾബ്സ് റിയാക്ഷൻ. ഇനി ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, റീമ ആൻഡ് ഫീമ സോ ക്ലോസ് ഫോർ ഇയേഴ്സ് എന്നതാണ്. റീമ എന്ന് പറയുന്നത് റീമത്തിമൻ ആണ്, ഫീമ എന്ന് പറയുന്നത് ഫിനോൾ ആണ്, സോ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, ക്ലോസ് എന്ന് പറയുന്നത് ക്ലോറോഫോം ആണ്. ഫോർ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സാൽ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയില്ലേ, അപ്പോൾ സാലിസിലിക് ഓർക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോൾബെ ആൻഡ് ഫീമ സോ കൂൾ ഫോർ ഇയേഴ്സ് എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ്, കോൾബെ എന്ന് പറഞ്ഞാൽ കോൾബെ റിയാക്ഷൻ ആണ്. ഫീമ ഫിനോൾ ആണ്, സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, കൂൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഇയേഴ്സ് അഗെയിൻ സാലിസിലിക് ആസിഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് റീമത്തിമൻ റിയാക്ഷനും കോൾബ്സ് റിയാക്ഷനും ഓർത്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വില്യംസൺ സിന്തസിസ്. When an alkyl halide reacts with sodium alkoxide to get ether, വില്യംസൺ ഈഥർ സിന്തസിസ് ആണ്. അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്യംസണിന്റെ മകനാണ് റൊണാൾഡോ. ഈ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, റൊണാൾഡോ ഒരു RX 100 ബൈക്ക് വാങ്ങാൻ വേണ്ടി പറയുന്നു. വില്യംസൺ വാങ്ങിച്ചു കൊടുക്കുന്നു. ഓക്കെ, വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം റൊണാൾഡോ വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോൾ റോർ എന്ന സൗണ്ടിലാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് റിലേറ്റ് ചെയ്യാം. റൊണാൾഡോ RONA, ഓക്കെ, RX 100 RX, ഓക്കെ, ROR ബൈക്കിന്റെ സൗണ്ടാണ്, അത് നമ്മൾ ROR ഇവിടെ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ട്രിക്സ് ഉപയോഗിച്ച് പല നെയിം റിയാക്ഷൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വില്യംസൺ സിന്തസിസ് വളരെ ഈസിയാണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈറ്റാഡ് റിയാക്ഷൻ ആണ്. ഈറ്റാഡ് റിയാക്ഷൻ എഴുതുമ്പോൾ ഓർക്കുക, ETARD ആണ്. E എന്ന് പറയുന്ന ഈറ്റാഡ്, T ടോളുവിൻ ടു ആൽഡിഹൈഡ്. അപ്പോൾ ടോളുവിൻ ടു ആൽഡിഹൈഡ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ ഓർത്ത് വെക്കുക.
ഇനി ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക, ഇതൊരു ടാങ്കാണ്. ഓക്കെ, ഒരു ടാങ്കിൽ ഒരു ക്രോക്കോഡൈൽ ഉണ്ട്. ക്രോക്കോഡൈലുള്ള ടാങ്ക് വെള്ളം കുറവാണെങ്കിൽ, അതായത് വാട്ടർ കുറവാണെങ്കിൽ അത് വലിയൊരു കോംപ്ലക്സ്, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ഓക്കെ, വലിയൊരു കോംപ്ലക്സ് ആവും. പക്ഷെ ആ കോംപ്ലക്സിൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ, ടാങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പോയി നമ്മളെ ആൽഡിഹൈഡ് കിട്ടും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ടാങ്കിൽ ക്രോക്കഡൈൽ, വാട്ടർ ഇല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. വാട്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇറ്റാഡ് ഓർക്കുക. അതേപോലെ നമ്മുടെ ഈ സ്റ്റോറിയും ഓർത്തു കഴിഞ്ഞാൽ ഇറ്റാഡ് റിയാക്ഷൻ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.